ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. അപ്പൊ കഴിഞ്ഞ വീക്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ചോദിച്ചതും പിന്നെ എന്റെ ഇൻസ്റ്റയിലെ DM-ലായിട്ടും DM-ന്റെ കമന്റ് ബോക്സിലൊക്കെ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഈ Q&A ചെയ്യാറ്. അപ്പൊ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, സൺസ്ക്രീൻ ഇട്ടാൽ സ്കിൻ ഗ്ലോ വരുന്നു. കാരണം നമ്മൾ ഒരുപാട് സൺസ്ക്രീനുകളുടെ മാർക്കറ്റിംഗിൽ അവർ എഴുതിയിട്ടുണ്ടാവും ഗ്ലോയി സൺസ്ക്രീൻ, അല്ലെങ്കിൽ ഇതിട്ടാൽ നിങ്ങൾക്ക് ഭയങ്കര തിളക്കം വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കും സൺസ്ക്രീൻ ഇട്ടാൽ നമുക്ക് സ്കിന്നിന് ഗ്ലോ കിട്ടുമെന്ന്. ഈ സ്കിന്നിന് ഗ്ലോ തരുന്ന സൺസ്ക്രീനകത്തുള്ള എന്തെങ്കിലും അവർ ഗ്ലോയ്ക്ക് വേണ്ടി ആഡ് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടാണ്. അല്ലാണ്ട് സൺസ്ക്രീൻ ഇട്ടു എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഒരു ഗ്ലോ കിട്ടാൻ പോകുന്നില്ല. പക്ഷെ സൺസ്ക്രീൻ ഇട്ടാൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടും. അത് കാരണം ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊരു 2 years കോൺസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കളറിന് ഒരു ചേഞ്ച് വരും. ഈ ചേഞ്ച് നമ്മുടെ നാച്ചുറൽ കളർ വരുന്നതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ അങ്ങനെ സൺസ്ക്രീൻ ഒന്നും ഇടാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഡെഫിനറ്റ്ലി ഒരു ചെറിയ ടാനിങ് വരും. ഈവൻ ദോ നമ്മൾ ഇന്ത്യക്കാർക്ക് കുറച്ച് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ടാനിങ് കുറവാണെങ്കിലും നമ്മുടെ സ്കിൻ ഡെഫിനറ്റ്ലി ടാൻഡ് ആവും. നമ്മളിപ്പോ സമ്മറിൽ നമ്മൾ കളിക്കുമ്പോൾ തന്നെ മനസ്സിലല്ലേ, സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈവാളിച്ചിട്ടായിരിക്കും സ്കൂളിലോട്ട് പോകുന്നത്. അപ്പൊ അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, ആ ടൈമിൽ നമ്മൾ അത്രയും ടൈം ഔട്ട്ഡോറിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ടാൻ എന്തായാലും, പക്ഷെ നമ്മൾ സൺസ്ക്രീൻ ഇടുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ടാൻ ആവുന്നതൊന്ന് കുറയും. അപ്പൊ ടാനിങ് കുറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു നമ്മുടെ നാച്ചുറൽ സ്കിൻ കളർ വരും. എന്താണ് ടാനിങ് എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ്. സണ്ണിൽ നിന്നും നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെലാനിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ടാനിങ് വരുന്നത്. എന്തും പറഞ്ഞുകൊണ്ട് കറുത്ത ആൾക്കാർക്ക് വേണ്ടേ എന്ന് ചോദിച്ചാൽ, മെലാനിൻ ഒരുപാടുണ്ടല്ലോ, അപ്പൊ അവർക്ക് സൺസ്ക്രീൻ വേണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. അവർക്കും ടാനിങ് വരും, എല്ലാവർക്കും ടാനിങ് വരും. പക്ഷെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയും വേണം. അതാണ് സൺസ്ക്രീനും ഗ്ലോയി സ്കിൻ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡോക്ടറിന്റെ പോഡ്കാസ്റ്റിൽ കണ്ടതാണ്, നിങ്ങൾ 2 years ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ച് കാണാൻ പറ്റുന്നു. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, കാജലിന്റെ ഒരു ഇന്റർവ്യൂല് പുള്ളിക്കാരി ഒരു കാലത്ത് നല്ല കറുത്തിച്ചിരുന്നല്ലോ, അപ്പൊ വെളുത്ത് എന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു സൺസ്ക്രീൻ ആണ്, ഇപ്പൊ ഞാൻ നല്ല ഫുഡ് ആയിട്ടൊക്കെ നോക്കി എന്നുള്ളത്. ഈവൻ ദോ അവർ ചിലപ്പോൾ സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു കാണും, പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സൺസ്ക്രീൻ കറക്റ്റ് ആണ്. കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്റെ കളർ മാറും. ഞാനൊരു എക്സാമ്പിൾ ആണ്. ഈവൻ ദോ ഞാനൊരു ഫെയർ സ്കിൻ അല്ലെങ്കിൽ ആ ഒരു സ്കിൻ ടോണിലുള്ള ആളായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു കളർ എന്താ പറയുന്ന ടാനിങ് മാറിയത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം. എന്ന് പറയുന്നത് വെളുത്ത സ്കിന്നാണ് ഇമ്പോർട്ടന്റ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഹെൽത്തി സ്കിൻ കിട്ടിയത് സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രമാണ്. പക്ഷേ നിങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. അതായത് സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യും, സൺസ്ക്രീൻ വാങ്ങിക്കും. ഇത് നിങ്ങൾ കുറച്ച് സൺസ്ക്രീൻ മാത്രമാണ് ഫേസിലോട്ട് ഇടുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. എപ്പോഴും മിനിമം 2 finger റൂളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വിയർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വിം ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ഡോർ പ്ലേ കളിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ടീനേജേഴ്സിന്റെ ടൈമിലൊക്കെ. കാരണം നിങ്ങളുടെ സ്കിൻ ഇപ്പൊ പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒന്നും അധികം ഡാമേജ് ആവാതിരിക്കുന്ന സമയം. ഇപ്പൊ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സ്കിൻ കെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്ര തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല സ്കിൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീനേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടീനേജേഴ്സിന് സെറം യൂസ് ചെയ്യാൻ പറ്റും? ബേസിക്കലി ടീനേജേഴ്സിന് എപ്പോഴും ഒരു ബേസിക് സ്കിൻ കെയറിന്റെ ആവശ്യമുള്ളൂ, അവർക്കൊരു സിറത്തിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രീ ടീനേജേഴ്സ്. നിങ്ങൾക്ക് അധികം സെറത്തിന്റെയോ നിയാസിനമൈഡിന്റെയോ വിറ്റാമിൻസിന്റെയോ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങളുടെ സ്കിൻ ഇപ്പൊ പെർഫെക്റ്റ് ആണ്, ഒരു ബാരിയർ ഡാമേജോ ഒന്നും ഇല്ലാതിരിക്കണം. അപ്പൊ നിങ്ങളൊരു ബേസിക് സ്കിൻ കെയർ ഫോളോ ചെയ്താൽ മതി. അതായത് ഒരു ഫേസ് വാഷ്, പിന്നെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. മോസ്റ്റ് ഓഫ് ദി ടൈമും പ്രീ ടീനിൽ വരുന്ന ആൾക്കാർക്ക് നോർമൽ സ്കിൻ ആയിരിക്കും, അധികം ഓയിലി ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാം ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതായത് ഒരു അധികം സോപ്പ് ഒന്നും ഇല്ലാത്ത ഫേസ് വാഷുകൾ, അതായത് നമ്മുടെ സിമ്പിളിന്റെ ഫേസ് വാഷ് ഉണ്ട്, അത് നല്ലൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മുടെ സെറ്റാഫിലിന്റെ ഫേസ് വാഷോ, അതല്ലെങ്കിൽ സെറാവിയുടെ ജെന്റിൽ ഫേസ് വാഷോ, ഇതൊക്കെയാണ് ബെസ്റ്റ് ഓപ്ഷൻസ്. ഇപ്പൊ ആരും ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട കാര്യം, അത് നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആക്കും. അപ്പൊ അത് പിമ്പിൾസ് ഒക്കെ വരുമ്പോഴായിരിക്കും ആ ഫേസ് വാഷ് പിന്നെ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് തരുന്നത്. ഞാൻ പേഴ്സണലി ആ ഫേസ് വാഷ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, എനിക്ക് എന്റെ സ്കിൻ റൂയിൻ ആക്കിയ ഒരു ഫേസ് വാഷ് ആണ് അത്. എനിവേസ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഹിമാലയയിലോട്ടൊന്നും പോകണ്ട, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഫേസ് വാഷ് സെലക്ട് ചെയ്യുക. അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് തരാൻ പറഞ്ഞാൽ അവർ തരും. അത് മോർണിംഗിൽ യൂസ് ചെയ്യണമെന്നില്ല, നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഒരു എന്താ പറയുക, ഫ്രാഗ്രൻസ് ഇല്ലാത്ത ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ ഒരു സൺസ്ക്രീൻ, അതും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തിളക്കമൊക്കെ വേണമെങ്കിൽ ഡ്യൂയി ഫിനിഷ് സൺസ്ക്രീൻ വാങ്ങിച്ചാൽ കുഴപ്പമില്ല. അതായത് ഏത് സൺസ്ക്രീൻ വാങ്ങിച്ചാൽ മതി. ഈ കിഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞ് തരുന്ന സാധനത്തിനകത്ത് പാക്കേജിങ്ങിൽ മാത്രമേ വ്യത്യാസം, ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെയാണ്. ചിലപ്പോൾ വേണമെങ്കിൽ അവർ കുറച്ച് കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് കൂടെ അടിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ബെനിഫിറ്റ്സ് ഒന്നും അതിനകത്തില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ സെറത്തിന്റെ ആവശ്യമില്ല. എനിക്കറിയാം ടീനേജ് ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും നമുക്കത് ചെയ്യാനായിരിക്കും താല്പര്യം. ഞാനൊക്കെ അതിനകത്തുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ടീനേജ് ഇപ്പൊ കുറച്ച് കളയാലോ, ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷെ ടീനേജിൽ അമ്മ പറയും നിന്റെ അടുത്ത് നോ പറഞ്ഞാൽ നീ ഉറപ്പായിട്ടും ചെയ്യുമ്പോൾ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നമ്മളുടെ നോ പറഞ്ഞാൽ നമുക്ക് ടീനേജറിന്റെ ടൈമിൽ എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും. ഒരു റിബല്യൻസ് ഫേസ് സ്റ്റാർട്ട് ചെയ്തല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നമ്മൾ ഓരോ സിറമും അല്ലെങ്കിൽ ഓരോ സ്കിൻ കെയർ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നത് അതിന്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ്. നിങ്ങൾക്ക് ഇപ്പൊ സിറത്തിന്റെ ആവശ്യം നിങ്ങളുടെ സ്കിന്നിനില്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുണ്ട്. സ്കിന്നിന്റെ ടേൺ ഓവർ റേറ്റ്, അതായത് നമ്മുടെ സ്കിൻ ഷെഡ് ചെയ്യുന്ന ടൈമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റ് ആണ് കുറച്ച് അഡൾട്ട് ആയിരിക്കുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സെറത്തിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലോ കോൺസെൻട്രേഷനിൽ മതി എന്നുള്ളത്. അത് നിങ്ങൾ നിയാസിനമൈഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസറിൽ തന്നെ 2% നിയാസിനമൈഡ് സെറം ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടീനേജേഴ്സിന്റെ ടൈമിലോ പ്രീ ടീനേജേഴ്സിന്റെ ടൈമിലോ 5% നിയാസിനമൈഡിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിയാസിനമൈഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ ഒരു മോയിസ്ചറൈസർ, നിയാസിനമൈഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോയിസ്ചറൈസർ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഒരു സ്പെഷ്യൽ സിറത്തിന്റെ ആവശ്യമില്ല. ഇനി ടീനേജേഴ്സിലോട്ട് വരും, അതായത് 15 to 17, 18 ഒക്കെ ഉള്ള ടൈമിൽ. ഈ ടൈമിൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടെ മെച്ചുവർ ആവും. എന്ന് പറയുന്നത് നിങ്ങളുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് ഒക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ആവുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ എന്നാൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് വരും. ചിലപ്പോൾ കുറച്ച് ഓയിലി ആവാൻ ചാൻസ് കൂടുതലാണ്. 14 ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പിമ്പിൾസ് ഒക്കെ ഫേസിൽ വന്നു തുടങ്ങും. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ടാൻഡ് ആവാൻ തുടങ്ങും. കാരണം നമ്മൾ കുറച്ചും കൂടെ ഒക്കെ പുറത്തു പോയി കളിക്കാനും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒന്ന് കറങ്ങലും ഒക്കെ കൂടുമ്പോഴത്തേക്ക് അതൊക്കെ ടാനിങ് ഒക്കെ വരും. അപ്പൊ പിന്നെ മാത്രമല്ല നമ്മൾ ആ ഒരു ടൈമിലാണ് നമ്മൾ കുറച്ചും കൂടെ സ്കിൻ കോൺഷ്യസ് ആവുന്ന, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ഇന്റർനെറ്റ് ജനറേഷൻ കൂടെ ആയതുകൊണ്ട് പണ്ടൊക്കെ നമ്മള് വീട്ടിലുള്ള നുസ്കുകൾ ട്രൈ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കും. പക്ഷെ ആ സമയത്ത് ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിലെ ട്രീറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ ഈവൻ ദോ അത് ആയുർവേദിക് നല്ലതാണെങ്കിൽ ചില DIYകൾ നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഒരുപാട് പേർക്കും ടീനേജേഴ്സിന്റെ ടൈമിൽ നമ്മുടെ സ്കിൻ കണ്ടീഷൻ വേഴ്സ് ആവുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ നാരങ്ങ നീര് മുഖത്ത് തേക്കാൻ തുടങ്ങും, അതല്ലാന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി, ഇത് പേസ്റ്റ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് മുഖത്തിടാനായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ അതൊക്കെ ആവും. അരിപ്പൊടി, ദിവസം അരിപ്പൊടി എടുത്ത് മുഖത്തിടല്, അപ്പൊ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. ഇതൊക്കെ നല്ലതാണ്, പക്ഷെ വീക്കിലി ഒക്കെ യൂസ് ചെയ്യുന്നതാണ് സ്കിന്നിന് ഏറ്റവും ബെനിഫിറ്റ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക. കാരണം അവരപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മരുന്ന് തരും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ബെൻസോ പെറോക്സൈഡ് ആയിരിക്കും ചിലപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന. ഒരുപാട് ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടീനേജർ ആയിരിക്കുന്ന സമയത്ത് റെറ്റിനോൾ, അതായത് ട്രെറ്റിനോയിനെന്നോ അഡാപ്റ്റീനെന്നോ ഒക്കെ പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഈ മോക്കുരു മാറാനുള്ള സാധനം തരികയും ചെയ്യും. അതല്ല നിങ്ങൾക്ക് ഒരു 1-2 മോക്കുരുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം മോർണിംഗിൽ യൂസ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് മോർണിംഗിൽ യൂസ് ചെയ്തിട്ട് നൈറ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. ചേച്ചി 2 ഫേസ് വാഷ് വയ്ക്കാൻ പൈസ നഷ്ടമല്ലേ? ഇല്ല. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും കൂടെ ഒരു 2 ഡിഫറെന്റ് ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ 2 മാസത്തേക്കുള്ള ഫേസ് വാഷിന്റെ പൈസ അല്ലേ അവിടെ പോകണം. 2 മാസത്തേക്ക് നിങ്ങൾ ഇനി ഫേസ് വാഷ് വാങ്ങിക്കുക. 2 അല്ല, ഇത് പറഞ്ഞാൽ നമുക്കൊരു ഫേസ് വാഷ് ഒരു 3 months ഒക്കെ ഡെഫിനറ്റ്ലി നിൽക്കും. 3 months പ്ലസ് നിന്നെങ്കിലേ ഉള്ളൂ. കുറച്ച് നാളത്തേക്കുള്ള ഫേസ് വാഷ് ഒരുമിച്ച് വാങ്ങിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ടൈപ്ഡ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക. അല്ല കുറച്ച് നോർമൽ ഡ്രൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്രീമി ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസറും പിന്നെ നിങ്ങളുടെ സൺസ്ക്രീൻ. ചിലപ്പോൾ നമുക്ക് ഇത്രയും ഓയിൽനെസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ മാക്സിമം മാറ്റ് ഫിനിഷോ ജെൽ ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വീണ്ടും നമ്മുടെ ഫേസ് ഓയിലി ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ഡാർക്ക് ആവും. അത് വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റോ ജെല്ലോ ടൈപ്പ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ ഡാർക്ക് ആവും എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കുന്നത് സ്കിൻ ഡാർക്ക് ആവുന്നതാണ് പ്രശ്നം. സ്കിൻ ഡാർക്ക് ആവുന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓയിൽനെസ് കൂടുതലാകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സാധാരണ ബോഡിയുടെ കളറിനേക്കാൾ നമ്മുടെ സ്കിൻ ഒന്ന് ഡാർക്ക് ആവും. അത് ചിലപ്പോൾ ആൾക്കാരെ കോൺഷ്യസ് ആക്കും. അല്ലാണ്ട് ഡാർക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് ഡാർക്ക് ആക്കണമെങ്കിൽ അതൊരു പ്രശ്നമല്ലേ.
അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ഓയിലി ടൈപ്പ് പ്രൊഡക്ട്സ് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഓയിലി സ്കിൻ ഡാർക്ക് സ്കിൻ ടോണുള്ള ആളാണ്, നിങ്ങൾ വീണ്ടും ഓയിലി പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ഒന്ന് ഡാർക്ക് ആക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഗ്രേഷ് അപ്പിയറൻസ് വരുമ്പോൾ, ഡാർക്ക്നെസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ സ്കിൻ ഒന്ന് ഡൾ ആക്കാം. അതെല്ലാവരും ഒന്ന് അഫക്ട് ചെയ്യാവുന്നതാണ്. ആ ഡൾനെസ് വരാതിരിക്കാനാണ് ഞാനിങ്ങനെ, നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ടൈപ്പ് നല്ലതാണ്. മാത്രമല്ല നമ്മുടെ പോസ് ഒന്നും ക്ലോഗ് ആവത്തില്ല. കാരണം നമ്മൾ ഓയിലി ടൈപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പോസ് അത് കാരണം ക്ലോഗ് ആവുകയും നമുക്ക് മോക്കുരു കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മനസ്സിലാക്കുക, ടീനേജേഴ്സിൽ വരുന്ന മോക്കുരു മോസ്റ്റ് ഓഫ് ദി ടൈം ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ്. ഹോർമോൺ കൂടുന്നതുകൊണ്ട് സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു കുരു വരുന്നത്. അത് ചിലപ്പോൾ ഹോർമോൺ പോകുമ്പോഴത്തേ ഹോർമോണിന്റെ ആ ഒരു കളിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് സെറ്റ് ആവുകയും ചെയ്യും. എക്സ്ട്രീം ആണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ അപ്പ് ചെയ്താൽ മതി. പിന്നെയും ടീനേജേഴ്സിന്റെ സ്കിൻ കെയർ റൂട്ടീൻ വേണമെങ്കിൽ ഞാൻ ഐക്കാർഡ് കൊടുക്കുക, അതും കൂടെ ഒന്ന് കണ്ടുവെക്കുക. ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്ത ക്വസ്റ്റ്യൻ എന്നൊപ്പം നോക്കാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ ടീനേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. റെറ്റിനോൾ 24 ഏജിന് എബോ ഉള്ള ആൾക്കാർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, എന്തുകൊണ്ട്? ഈ റെറ്റിനോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരുടെയും വിചാരം എല്ലാവർക്കും ഓപ്പൺ പോസ് ഉണ്ട് എന്നാണ്. ഇത് എപ്പോഴാണ് നമുക്ക് ഈ ഓപ്പൺ പോസ് ഉണ്ട് എന്ന് തോന്നിയെന്ന് അറിയാമോ? നമ്മൾ കണ്ണാടി ഇട്ടിട്ട് സൂക്ഷിച്ച് നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ പോസ് കാണും. അത് ഓപ്പൺ പോസ് അല്ല, അത് പോസ് ആണ്. എല്ലാവരുടെ സ്കിന്നിലും പോസ് ഉണ്ട്. കെ ഡ്രാമ കണ്ടുകൊണ്ടോ, ജെ ഡ്രാമ കണ്ടുകൊണ്ടോ, സി ഡ്രാമ കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ കെ റീൽസ് കണ്ടുകൊണ്ടോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് അവരുടെ ഒന്നും മുഖത്ത് പോസിലാണ്. എല്ലാവരുടെ പുറത്തും പോസ് ഉണ്ട്. നമ്മൾ ആ ഫോട്ടോയിൽ കാണാത്തത് കൊണ്ടാണ്. നമുക്കറിയാലോ ഫോട്ടോഷോപ്പ് എങ്ങനെയാണെന്നും, എങ്ങനെയാണ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്, സ്കിൻ എത്രത്തോളം സ്മൂത്ത് ആക്കുന്നു. ആരുടെയും സ്കിൻ സ്മൂത്ത് അല്ല. ഇപ്പൊ നിങ്ങൾ എന്റെ ഫേസ് സൂം ചെയ്ത് നോക്കിയാൽ എനിക്കും ഉണ്ട് പോസ്. അത് നാച്ചുറൽ ആണ്. പോസ് ഉണ്ടെങ്കിലേ നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കും. ജീവനുള്ളതിന്റെ സൈൻ ആണ് പോസ്. കാരണം സ്കിൻ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്ന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്താലേ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഹൈഡ്രേഷനും മോയിസ്ചറൈസേഷനും ഒക്കെ കിട്ടത്തുള്ളൂ. പോസ് വേണം, ഹെയർ ഫോളിക്കിൾസ് വേണം, സെബം വേണം, എല്ലാം നമുക്ക് വേണം. അപ്പൊ പോസ് ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ മിക്കവാറും നിങ്ങൾ വിചാരിക്കുന്ന ഓപ്പൺ പോസ് ആയിരിക്കത്തില്ല, നോർമൽ പോസ് ആണ്. ഇനി നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഉണ്ടെന്ന് തന്നെ വെച്ചോ, നിങ്ങൾ 24 ഏജിന് താഴെ ആണെന്നുണ്ടെങ്കിൽ 5% നയാസിനമൈഡ് സെറത്തിൽ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ഒക്കെ ആകുമ്പോഴാണ് ഈ പോസ്റ്റിന്റെ അപ്പിയറൻസ് കൂടുന്നത്. അപ്പൊ നമ്മൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ഒക്കെ നൈറ്റ് മാത്രമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓയിൽ പ്രൊഡക്ഷൻ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ പോസ്റ്റിന്റെ അപ്പിയറൻസ് കുറയും, വിത്ത് നിയാസിനമൈഡ് സെറം കൂടെ ആഡ് ചെയ്യുമ്പോൾ. അത് മാത്രമേ നമ്മൾ ജെൽ ബേസ്ഡ് മോയിസ്ചറൈസേഴ്സ്. പിന്നെ നിങ്ങൾക്ക് വീണ്ടും അപ്പിയറൻസ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സിലിക്കോൺ ബേസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിന്റെ അപ്പിയറൻസ് ഒന്ന് കുറയ്ക്കാം. ഇനി എന്തുകൊണ്ട് 24 ഏജിന് എബോ ഉള്ള ആൾക്കാർ മാത്രമേ റെറ്റിനോൾ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാര്യം, റെറ്റിനോൾ അല്ലാതെ അതായത് വിറ്റാമിൻ എ എന്ന് പറയുന്ന സാധനം നമ്മുടെ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ സെല്ലിനെ കുറച്ചുകൂടെ സ്പീഡായിട്ട് ഷെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഡെഡ് സ്കിൻ പോകാനായിട്ടും ഒരുപാട് പുതിയ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സെല്ല് അത് ആ ഒരു സ്റ്റേജിലോട്ട് എത്തണമെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് മെച്ചുവേർഡ് ആവണം. നമ്മൾ വോട്ട് ചെയ്യാൻ 18 വയസ്സ് വരെ വെയിറ്റ് ചെയ്യണ്ടേ? അതിനെന്താ, അതിന്റെ താഴോട്ടുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ ബോധം ഇല്ല, അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ലേ? അല്ല, ആ ഒരു പക്വത എത്തിയിട്ട് നമ്മൾ വോട്ട് ചെയ്യാം എന്നുള്ളതല്ലേ. അതുപോലെയാണ് റെറ്റിനോൾ. നമ്മുടെ സ്കിൻ ഒന്ന് പക്വതയാവണം ആ റേറ്റിനോട് നമ്മുടെ സ്കിൻ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി. അത് കൂടുതലും മിഡ് 20s. 24 ഏജ് നമ്മളൊരു ഏജ് പെർട്ടിക്കുലർലി പറയുന്നതാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും 24 ഏജ് ആവണമെന്നില്ല. ചിലവർക്ക് 24 ഏജ് കഴിഞ്ഞിട്ടായിരിക്കും, ചിലവർക്ക് 23-ലൊക്കെ പറ്റും. അപ്പം നമ്മുടെ സ്കിന്നിന് മെച്യൂരിറ്റി അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോർമലി 24 ഏജിന് എബോ ഉള്ളപ്പോഴാണ് നോർമലി നമ്മുടെ സ്കിൻ അത്ര ഇനഫ് മെച്യൂരിറ്റി കിട്ടുന്നത്. അതുകൊണ്ടാണ് 24 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ മാത്രമേ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്, വിത്തൗട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ. പക്ഷേ നിങ്ങളുടെ ടീനേജേഴ്സിന്റെ ടൈമിലോ ഒക്കെ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും വിത്ത് എക്സസീവ് ഓയിലി സ്കിൻ ആൻഡ് പിമ്പിൾസ് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് പോവുകയാണെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സാധനം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ അത് അഡാപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഒരു ക്രീം ആയിരിക്കും. ഇത് രണ്ടും റെറ്റിനോൾ ആണ്. ഇത് ഡോക്ടറിന് അറിയാം നിങ്ങളുടെ സ്കിന്നിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ശരിയാവണമെങ്കിൽ നമുക്ക് റെറ്റിനോൾ ഉപയോഗിച്ചാലേ പറ്റൂ. സോ അതുകൊണ്ട് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്തു എന്റെ അണ്ടറിൽ. അപ്പൊ ഡോക്ടർ പറയുന്ന കുറെ കണ്ടീഷൻസ് കാണും. നൈറ്റിൽ ചിലപ്പോൾ 30 മിനിറ്റ്സ്. ഞാൻ ഫസ്റ്റ് റെറ്റിനോൾ യൂസ് ചെയ്ത ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷന്റെ അണ്ടറിലാണ്. അത് അഡാപ്ലീൻ ആയിരുന്നു. അതിന്റെ പർജിങ് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞു 30 മിനിറ്റ്സ് നൈറ്റ് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം 30 മിനിറ്റ്സ് ഇടുക, എന്നിട്ട് കഴുകി കളയുക, എന്നിട്ട് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുക, സ്കിൻ ജെൽ ബേസ്ഡ് ആയിട്ട് ഒരു മോയിസ്ചറൈസർ ഇടുക, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു.
ഞാൻ അതുപോലെ ചെയ്തു. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഓക്കെ ഫൈൻ, ഇപ്പൊ നീ 30 മിനിറ്റ്സ് അല്ലേ ഇട്ടത്, ഇനി നീ ഒരു കാര്യം ചെയ്യും, ഫസ്റ്റ് നിന്റെ മോയിസ്ചറൈസർ ഇട്, എന്നിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് വീണ്ടും മോയിസ്ചറൈസർ ഇടാൻ പറഞ്ഞു. അത് ഞാനൊരു 1-2 വീക്സ് അങ്ങനെ ചെയ്തു. എന്നിട്ട് 3rd വീക്കിലാണ് എന്റെ ടിപ്പിച്ച് കിടന്നുറങ്ങാൻ പോലും പറഞ്ഞത്. അപ്പൊ അങ്ങനെയായിരുന്നു, അത് എന്റെ സ്കിന്നിന് അങ്ങനെയായിരുന്നു അഡാപ്റ്റിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഞാൻ 24 ഏജ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് ട്രെറ്റിനോയിൻ വാങ്ങിച്ച് തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഒരുപാട് റീൽസിൽ ട്രെറ്റിനോയിൻ കാണും മോക്കുരു മാറ്റിയ സാധനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മോക്കുരു മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും രാവിലെയും വൈകിട്ടും ഒക്കെ റേറ്റുള്ള ആവശ്യമില്ലാണ്ട് യൂസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ആ തംനെയിൽ മാത്രമേ കാണുന്നുണ്ടായിരിക്കുള്ളൂ. തംനെയിലിനകത്ത് കറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിലായിരിക്കും യൂസ് ചെയ്തത്. അതല്ലെങ്കിൽ അവർ ഇങ്ങനെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ, ഞാൻ ഇത്ര ഏജിന് എബോ ആയിട്ടുള്ള ആളാണ് എന്ന്. അപ്പൊ നിങ്ങൾ ട്രെറ്റിനോയിനും അഡാപ്റ്റിനും ഒക്കെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ 24 ഏജിന് എബോ ആയാലും ബിലോ ആയാലും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആര് പറഞ്ഞു, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, ഞാൻ ഇരുന്ന് പറയാണ്, നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് അനാവശ്യമായിട്ട് സ്കിൻ കെയർ പോയി വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. ഇപ്പൊ നമ്മള് ഒരു ഫാർമസിയിൽ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ വെച്ചിരിക്കുന്ന ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ വാങ്ങിക്കാനാണ് റൂൾ. അതാണ്, ഇത് കൗണ്ടർ മെഡിക്കേഷൻ ആണ്, പ്രിസ്ക്രിപ്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ന്, അതുകൊണ്ടാണ് അത് പറയുന്നത്. സോ നിങ്ങൾക്ക് മോക്കുരു ഉണ്ടെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്തു. 24 വയസ്സിന് എബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്തു. റെറ്റിനോള് നമ്മൾ ഈ സ്കിൻ കെയർ ബ്രാൻഡ്സ് വിൽക്കുന്ന റെറ്റിനോൾ കൗണ്ടർ ടോപ്പിൽ വിൽക്കാൻ പറ്റുന്ന FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ്. പക്ഷെ ട്രെറ്റിനോയിൻ വിത്ത് പ്രിസ്ക്രിപ്ഷൻ FDA അപ്രൂവ് ചെയ്ത സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് 24 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരെ റെറ്റിനോൾ യൂസ് ചെയ്യാവുള്ളത്. ട്രെറ്റിനോയിനും അഡാപ്റ്റിനും വിത്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതല്ലാണ്ട് നിങ്ങൾ 24 വയസ്സിന് താഴെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിൻ നന്നാവുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമുള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇതെനിക്ക് കമന്റ് ബോക്സിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം അത് എടുത്തെടുത്ത് എല്ലാ റെറ്റിനോളിന്റെ വീഡിയോയിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് 24 ഏജ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, സ്വാഭാവികം, എനിക്കാണെങ്കിലും തോന്നും. അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എപ്പോഴും റെറ്റിനോൾ യൂസ് ചെയ്യാൻ. പിന്നെ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യണം, നൈറ്റ്ലി യൂസ് ചെയ്യണം. പിന്നെ എല്ലാ ദിവസവും രാത്രി നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 3 ദിവസമൊക്കെ റെറ്റിനോളിന്റെ ആവശ്യമൊക്കെ ഉള്ളൂ. പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാലിസിലിക് ആസിഡ് സിറമോ ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ വിറ്റാമിൻ സി സിറമോ ലാക്ടിക് ആസിഡ് സിറമോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലാക്ടേഷന്റെ ടൈമിലും പ്രഗ്നൻസിയുടെ സമയത്തും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല. ലാക്ടേഷൻ ഇപ്പൊ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട് റിസർച്ചേഴ്സ്. സ്റ്റിൽ ഞാൻ കംപ്ലീറ്റ്ലി അതിന്റെ ഒരു ന്യൂസ് വന്നിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് അപ്രൂവ്ഡ് ആയിട്ട് ഞാൻ അത് പറയത്തുള്ളൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ലാക്ടേഷൻ ടൈമിലും പ്രഗ്നൻസിയുടെ സമയത്ത് ഒന്നും റെറ്റിനോൾ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പൊ ബിഗ്നർ ഫ്രണ്ട്ലി, നിങ്ങൾ 24 ഏജിന് എബോൾ ആൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ സ്കിൻ കെയർ ആഡ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം നമ്മൾ ഫൈനാൻസ് റിങ്കുൾസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് തന്നെയാണ് ബിഗിനേഴ്സിന് പറ്റിയ രണ്ട് റെറ്റിനോൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്റ്റിന്റെ റെറ്റിനോളും ഫോക്സ്റ്റെയിലിന്റെ റെറ്റിനോളും ഒക്കെ നമുക്ക് ബിഗിനേഴ്സിന് പറ്റിയതാണ്. അല്ലെങ്കിൽ ഡിക്വലിന്റെ റെറ്റിനോള് ബിഗിനേഴ്സിന് പറ്റിയ സാധനങ്ങളിൽ ഒന്നാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ Q&A നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞത്. സൺസ്ക്രീൻ നമുക്ക് ഗ്ലോ തരുമോ, സിറം ടീനേജേഴ്സിന് ആവശ്യമുണ്ടോ, 3 റെറ്റിനോൾ എന്തുകൊണ്ടാണ് 24 ഏജിന് എബോ ഉള്ള ആൾക്കാരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് റീസൺസ്. അത് ഞാൻ പറഞ്ഞില്ല, പല പല സ്ഥലത്തുനിന്നായിരിക്കും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രീംലി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻസ്റ്റയിലെ യൂട്യൂബിൽ എവിടെയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അതെല്ലാം കൂടെ പറക്കിയിട്ട് അടുത്ത Q&A ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ റിപ്ലൈ തരാനും മാക്സിമം ശ്രമിക്കാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.